ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചീമച്ചക്ക എങ്ങനെ കറി വെക്കുന്നതെന്ന് നോക്കാമേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചീമച്ചക്ക എന്നാണ് പറയാറുള്ളത്. ചില നാട്ടിലൊക്കെ കടച്ചക്ക എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അതിനായിട്ട് ആവശ്യത്തിന് കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് തക്കാളിക്ക, കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലയിടത്തൊക്കെ കൊച്ചുള്ളി എടുക്കാറുണ്ട്. ഞാനിന്ന് സവാള എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളി എടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ സവാള എടുത്തേക്കുന്നതിന് അതിനാവശ്യമായിട്ടുള്ള നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനകത്ത് തേങ്ങ ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുക്കണം കേട്ടോ. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് എരി കാണത്തില്ല, കുറച്ച് എരിയേ കാണത്തുള്ളൂ. അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ. ഒരു ബ്രൗൺ കളർ ആകുന്ന, ഒത്തിരി മൂക്കണ്ട, കുറച്ചൊരു ബ്രൗൺ കളർ ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് നമുക്ക് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാമേ. അതിനായിട്ടുള്ള നമുക്ക് ചീമച്ചക്ക ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ചീമച്ചക്ക നമുക്ക് അപ്പോഴത്തേക്ക് ഒരു പാൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്തും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റുക. അതിൽ കുറച്ച് കടുക് കൂടി ഇട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ അതൊന്ന് നന്നായിട്ട് വഴറ്റുക. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിക്കും പച്ചമുളകും കൂടി ഇടുക. അതിനകത്ത് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീമച്ചക്കയും കൂടെ അതിനകത്തോട്ടിടുക. അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. അടച്ച് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ചീമച്ചക്കയൊക്കെ ഒന്ന് വെന്ത് റെഡിയായി വരും. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് അരച്ചെടുക്കാമേ. അരച്ച് നല്ലതായിട്ടൊന്ന് അരച്ച് എടുക്കുക. നമ്മുടെ ചീമച്ചക്ക ദാണ്ട് ഇവിടെ ഒന്ന് വെന്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെടുത്ത് ഒഴിക്കുക കേട്ടോ. ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്ന് വെന്ത് വരട്ടെ. അപ്പം നമ്മുടെ ചീമച്ചക്ക കറി ഇവിടെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് റെഡിയായി വന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. നമ്മുടെ ചീമച്ചക്ക കറി ഇവിടെ എണ്ണയൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെയുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.